ഹായ് ഫ്രണ്ട്സ്, ക്രിസ്മസൊക്കെ വരികയല്ലേ. വട്ടയപ്പൊന്നും ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ. അപ്പം നമുക്കിന്ന് വട്ടയപ്പത്തിൻ്റെ റെസിപ്പി തന്നെ ആവാം. ഇത് പകുതി കുക്കാവുമ്പോൾ തന്നെ തേങ്ങയുടെയും ഏലക്കായൻ്റെ ഒക്കെ ഒരു സ്മെല്ല് ഇങ്ങനെ വരും. അപ്പോൾ തന്നെ നമുക്കിതൊന്ന് ഒരു പീസ് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ തോന്നും. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തോളൂ. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടീസ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ച വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 കപ്പ് പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചതായിരുന്നു. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. തേങ്ങ എടുക്കുമ്പോൾ ചിരട്ടയുടെ അടിയിലുള്ള ഭാഗം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്കൊരു 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഏലക്കായുടെ മണം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 2 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഈസ്റ്റ് ആക്ടിവേഷൻ ചെയ്യാൻ വെച്ചിരുന്നില്ല, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി, ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ വെള്ളം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിനി ഒരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് ഞാൻ രാത്രിയാണ് ചെയ്ത് വെക്കുന്നത്. ഇത് രാവിലേക്കുള്ളതാണ്. അത് പൊങ്ങി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ചിലർ വട്ടയപ്പം കറി ഒഴിച്ച് കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് കൊടുക്കാം. ഞാൻ അപ്പോൾ കറിയൊന്നും ഇല്ലാതെ അങ്ങനെ കഴിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു കേക്ക് ടിന്നിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിലും സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് ടിന്ന് വേണമെന്നൊന്നുമില്ല. നമ്മൾ ചോറ് കഴിക്കുന്ന സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയാലും മതി. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 3 തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് വേവായി കിട്ടാനും കുറച്ച് സമയം പിടിക്കും. ഇത് നല്ല ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. അതിപ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ അത് താഴ്ന്നു പോകും. പകുതി കുക്കായതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊരു ഇഡലിത്തട്ടിൽ വെച്ചിട്ടാണ് ആവിയാറ്റി എടുക്കുന്നത്. അതിനായിട്ട് വെള്ളം വെച്ച് അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇഡലിത്തട്ടിൻ്റെ അടുപ്പ് വെച്ചാൽ അത് അടഞ്ഞിരിക്കില്ല. അതുകൊണ്ട് ഇതുപോലൊരു പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് വേവായിട്ടുണ്ടോ എന്ന് നോക്കാം. മാവ് ഒത്തിരി കൂടിയാൽ അതിനനുസരിച്ച് സമയം എടുക്കും വേവായി കിട്ടാൻ. പപ്പടക്കോല് വെച്ചതൊന്ന് കുത്തി നോക്കാം. ഇത് ക്ലീനാണ്, അപ്പോൾ കുക്കായിട്ടുണ്ട്. അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറി വെച്ച് കൊടുക്കുകയാണ്. ഇത് വേവായി വരുമ്പോൾ തന്നെ തേങ്ങയുടെ ഏലക്കായുടെ ഒക്കെ ഒരു സ്മെല്ലിങ്ങനെ വരും. അപ്പോൾ തന്നെ നമുക്കിതെടുത്ത് കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തോളൂ, ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.